ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ദേശീയ ജിയോ സയൻസ് പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നെൽ കർഷകരുടെ പ്രശ്നം പഠിക്കാൻ കൃഷി മന്ത്രാലയം നിയോഗിച്ച വിദഗ്ധ സംഘം ഇന്ന് പാലക്കാട് ജില്ലയിൽ. അന്താരാഷ്ട്ര പരിസ്ഥിതി കോൺക്ലേവിന് എറണാകുളത്ത് തുടക്കം. ഔപചാരിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. കുടുംബശ്രീയിലൂടെ സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. കേന്ദ്ര സഹമന്ത്രി എൽ. മുരുകൻ ഇന്നും നാളെയും കേരളവും തമിഴ്നാടും സന്ദർശിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്ത് വനനശീകരണവും പരിസ്ഥിതി മലിനീകരണവും തടയാൻ നിയമവ്യവസ്ഥ ശക്തമായി തുടരണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ ദേശീയ ജിയോ സയൻസസ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുകയായിരുന്നു രാഷ്ട്രപതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ മുഖ്യമന്ത്രി മഹിളാ റോസ്ഗർ യോജന ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. 75 ലക്ഷം സ്ത്രീകളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 10,000 രൂപ വീതം നിക്ഷേപിക്കുന്നതാണ് പദ്ധതി. നവരാത്രി ഉത്സവവേളയിൽ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായ വനിതകൾക്ക് നന്ദി അറിയിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. ഇതിന്റെ ഭാഗമായി നികുതി ഘടന 5%, 18% എന്നിങ്ങനെ 2 സ്ലാബുകളാക്കിയാണ് മാറ്റിയിരിക്കുന്നത്. നെല്ല് സംഭരണം സംബന്ധിച്ച് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച കേന്ദ്ര സംഘം പാലക്കാട് ജില്ലയിലെ സന്ദർശനം ആരംഭിച്ചു. ജോയിന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം വടവന്നൂർ പാടത്തിലെ കർഷകരുമായി സംവദിച്ചു. സംഘം കൊല്ലങ്കോട്, പുൽപ്പുള്ളി, മലമ്പുഴ എന്നിവിടങ്ങളിലും കർഷകരെ കാണുന്നുണ്ട്. അന്താരാഷ്ട്ര പരിസ്ഥിതി കോൺക്ലേവിന് എറണാകുളം അങ്കമാലിയിൽ തുടക്കമായി. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. മന്ത്രിമാരായ പി. രാജീവ്, എം.ബി. രാജേഷ്, വീണ ജോർജ്, ബെന്നി ബെഹന്നാൻ MP തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. തലസ്ഥാനത്തെ മഴക്കെടുതി വിലയിരുത്താൻ മന്ത്രി വി. ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ഇന്നലെ രാത്രി ആരംഭിച്ച മഴ ഇന്നും തുടരുകയാണ്. തമ്പാനൂർ ഉൾപ്പെടെ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. പലയിടങ്ങളിലും ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കഴക്കൂട്ടം, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, പാറശാല മേഖലകളിലും ശക്തമായ മഴയാണ്. മലയോര മേഖലകളിലും കനത്ത മഴ പെയ്തു. നദികളിലേക്കും മറ്റ് ജലാശയങ്ങളിലേക്കുമുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഗ്രാമീണ മേഖലകളിലെ കൃഷിയിടങ്ങളിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ്. പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രം താൽക്കാലികമായി അടച്ചിട്ടു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ റൺവേ കാണാൻ സാധിക്കാത്തതിനാൽ രാവിലെ 5:45 ലാൻഡ് ചെയ്യേണ്ട വിമാനം 1 മണിക്കൂർ വൈകിയ. ശക്തമായ മഴയെ തുടർന്ന് ഇടുക്കി നെടുങ്കണ്ടം എഴുകും വയലിൽ ഉരുൾപൊട്ടലിന് സമാനമായി കൃഷിഭൂമി ഒലിച്ചുപോയി. 3 ഏക്കറിലധികം കൃഷിഭൂമി നശിച്ചു. എഴുകും വയൽ കുട്ടൻകവല റോഡും അപകടാവസ്ഥയിലായി. തിരുവനന്തപുരം അരുവിക്കര ഡാമിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ഷട്ടറുകൾ ഉയർത്തി. സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രതികൂല കാലാവസ്ഥ കാരണം മങ്കയം ഇക്കോ ടൂറിസം കേന്ദ്രം അടച്ചു. പത്തനംതിട്ട അച്ചൻകോവിൽ നദിയിൽ ജലനിരപ്പ് ഉയരുകയാണ്. നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. ജൂലൈ 3-നുണ്ടായ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന്റെ കുടുംബത്തിന് നാഷണൽ സർവീസ് സ്കീം നവീകരിച്ച് നൽകുന്ന വീടിന്റെ താക്കോൽ കൈമാറ്റം മന്ത്രി ആർ. ബിന്ദു ഇന്ന് നിർവഹിക്കും. ചടങ്ങിൽ മന്ത്രി VN വാസവൻ, CK ആശ MLA തുടങ്ങിയവർ പങ്കെടുക്കും. കുടുംബശ്രീയിലൂടെ സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി M.B. രാജേഷ്. കുടുംബശ്രീ CDSകൾ ISO നിലവാരത്തിലേക്ക് ഉയർത്തിയതിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 617 CDSകൾക്കാണ് പ്രവർത്തന മികവിൽ ISO അംഗീകാരം ലഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ഇന്നും നാളെയും കേരളവും തമിഴ്നാടും സന്ദർശിക്കും. നാളെ കൊല്ലത്ത് അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിൽ അമൃത വർഷം പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. രാത്രി ചെന്നൈയിലെത്തുന്ന കേന്ദ്ര സഹമന്ത്രി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 126ാം പതിപ്പ് ഞായറാഴ്ച രാവിലെ 11 മണിക്ക് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും മൻ കി ബാത്തിലേക്ക് ആശയങ്ങൾ അറിയിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്മരണാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രനിർമ്മാണത്തിനായി അദ്ദേഹം നൽകിയ സംഭാവനകളെ അനുസ്മരിക്കുന്നതായി ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കി കേന്ദ്ര സർക്കാർ ഇ ഗവേണൻസ് ആവാസ വ്യവസ്ഥയുടെ ഉത്തേജനത്തിനായി നടപ്പാക്കുന്ന വിവിധ നടപടികളെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. പൊതുസേവനങ്ങൾ മുതൽ സാമ്പത്തിക ശാക്തീകരണം വരെ ഇന്ത്യയുടെ ഇ ഗവേണൻസ് സംവിധാനം ജനജീവിതം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് രൂപപ്പെടുത്തിയവയാണ്. ഇ ഗവേണൻസ് ലളിതവും ഫലപ്രദവും പരിസ്ഥിതി സൌഹൃദവുമായ ഭരണ സംവിധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. मेरे हिसाब से ई गवर्नेंस, इजी गवर्नेंस, इफेक्टिव गवर्नेंस, इकोनॉमिकल गवर्नेंस, एनवायरमेंट फ्रेंडली गवर्नेंस, ये बहुत ही सरल है, बहुत ही उपयोगी है और आज के समय में जब समय की कठिनाई है तो कम समय में करने वाला काम इससे होगा. സേവാ പർവിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക ചർച്ചാ പരമ്പരയിൽ പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയെക്കുറിച്ചുള്ള ചർച്ച 2 ഭാഗങ്ങളായി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചകഴിഞ്ഞ് 3:30 പ്രക്ഷേപണം ചെയ്യും. വിഴിഞ്ഞം ICAR സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ സൂര്യ എസ് സംസാരിക്കും. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് സൂപ്പർ 4ലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എതിരാളി. ബംഗ്ലാദേശിനെ 11 റൺസിന് പരാജയപ്പെടുത്തിയാണ് പാകിസ്ഥാൻ ഫൈനലിലെത്തിയത്. 64 വർഷം നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് കേരളം ഇതാദ്യമായി സുബ്രതോ കപ്പ് ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് കിരീടം സ്വന്തമാക്കി. കോഴിക്കോട് ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കേരളത്തിനു വേണ്ടി കന്നി കിരീടം നേടിയത്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് കുട്ടികൾക്കിടയിൽ മുണ്ടിനീര് പടർന്നു പിടിക്കുന്നു. തൃക്കുന്നപ്പുഴയിൽ 5 സ്കൂളുകൾ കൂടി അടച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. തൃക്കുന്നപ്പുഴ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് പരിധിയിലുള്ള 5 സ്കൂളുകളാണ് അടച്ചത്. നിലവിൽ ഇവിടെ 3 സ്കൂളുകൾ 21 ദിവസത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. തൃക്കുന്നപ്പുഴ, ഹരിപ്പാട്, പലന പ്രദേശത്തുള്ള കുട്ടികൾക്കിടയിലാണ് മുണ്ടുനീര് രോഗബാധ കണ്ടെത്തിയിട്ടുള്ളത്. തീരദേശത്താണ് ആദ്യം രോഗമെത്തിയത്. തൃക്കുന്നപ്പുഴ പ്രദേശത്തുള്ള കുട്ടികൾക്കിടയിൽ ജൂൺ അവസാനം മുതൽ രോഗം കണ്ടെത്തിയിരുന്നു. ആരോഗ്യ പ്രവർത്തകർ ഇപ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ ജില്ലാ പോലീസ് ആസ്ഥാനങ്ങളിലും പോലീസിന്റെയും ബാങ്ക് മാനേജർമാരുടെയും സംയുക്ത യോഗം നാളെ നടക്കും. മ്യൂൾ അക്കൌണ്ടുകൾ പരിശോധിച്ചു വരുന്ന സാഹചര്യത്തിൽ സംശയാസ്പദമായ അക്കൌണ്ടുകൾ, ATM വഴിയുള്ള പണം പിൻവലിക്കൽ, ഡിജിറ്റൽ അറസ്റ്റ് തുടങ്ങിയവ യോഗം ചർച്ച ചെയ്യും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 413 പോയിന്റ് ഇടിഞ്ഞ് 80,746ലും നിഫ്റ്റി 132 പോയിന്റ് ഇടിഞ്ഞ് 24,759ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില വീണ്ടും ഉയർന്നു. പവന് 320 രൂപ വർദ്ധിച്ച് 84,240 രൂപയും ഗ്രാമിന് 10,530 രൂപയുമാണ് ഇന്നത്തെ വില. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി മലപ്പുറത്ത് ശുചിത്വോത്സവം ജനകീയ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. ജില്ലാതല ഉദ്ഘാടനം KT ജലീൽ MLA നിർവഹിച്ചു. മണ്ഡലകാലത്ത് ഭക്തജനങ്ങളുടെ പ്രധാന ഇടത്താവളമായ തവനൂരിലെ മിനി പമ്പയും പരിസരവും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ജിയോ സയൻസ് പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നെൽ കർഷകരുടെ പ്രശ്നം പഠിക്കാൻ കൃഷി മന്ത്രാലയം നിയോഗിച്ച വിദഗ്ധ സംഘം ഇന്ന് പാലക്കാട് ജില്ലയിൽ. അന്താരാഷ്ട്ര പരിസ്ഥിതി കോൺക്ലേവിന് എറണാകുളത്ത് തുടക്കം. ഔപചാരിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. കുടുംബശ്രീയിലൂടെ സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി MB രാജേഷ്. കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ഇന്നും നാളെയും കേരളവും തമിഴ്നാടും സന്ദർശിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.